ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത്? അമ്മ അമ്മ എന്ന് വിളിച്ച് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നത്, അതൊന്നും എനിക്കറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങൾ. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീസ് സോ ഹാപ്പി ദറ്റ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ് എന്റെ അമ്മ. അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാനും ചോദിക്കുന്ന എനിക്ക് ഭ്രാന്താണോ എന്ന് ഞാൻ ചോദിക്കും. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിയും. അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. സിന്ധു കൃഷ്ണകുമാറിന്റെ മക്കൾക്ക് എപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടാനേ നേരമുള്ളൂ. ഏത് വീഡിയോ ഇട്ടാൽ അതുപോലത്തെ വീഡിയോകൾ ഇടുന്നതുകൊണ്ടാണല്ലോ എപ്പോഴും ഏറിൽ പോകുന്നത്. ഇപ്പോൾ ഈയിടെ ദിയ കൃഷ്ണ ഇട്ട വീഡിയോ വളരെ വിവാദമായിരിക്കുന്നു. കാരണം സ്വന്തം അമ്മയെ മാത്രമാണ് അമ്മയെന്ന് വിളിക്കുള്ളൂ, ഭർത്താവിൻ്റെ അമ്മേനെ അമ്മയെന്നൊന്നും വിളിക്കാൻ കഴിയില്ല, വഴിയെ പോകുന്നവരെ അമ്മയെന്ന് വിളിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഭർത്താവിൻ്റെ അമ്മ വഴിയെ പോകുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഭർത്താവ് വഴിയെ പോകുന്ന ആളായിരിക്കും. ഇതൊക്കെ കേട്ടിട്ട് ആ ഭർത്താവ് ഉദ്യോഗസ്ഥൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മതിക്കണം. അതേസമയം ദിയ പറയുന്നുണ്ട് ഭർത്താവും തൻ്റെ അമ്മേനെ അച്ഛനെയും ആൻറ്റി അങ്കിൾ എന്നാണ് വിളിക്കുന്നതെന്ന്. ദിയേനെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിട്ടാണ്. അതുകൊണ്ടാണ് ദിയയുടെ അച്ഛനും അമ്മയും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയാണ് എന്ന് പറയുന്നത്. അല്ലാതെ ഭർത്താവായ അശ്വിനെ ദിയയുടെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടു വന്നതല്ല. അദ്ദേഹം ആൻറ്റി അങ്കിൾ എന്ന് വിളിച്ചാലും വലിയ തെറ്റൊന്നും പറയാനില്ല. വിവാഹത്തിന് മുമ്പ് സൗഹൃദത്തിലായിരിക്കുമ്പോൾ മുതൽ അശ്വിൻ ദിയയുടെ പേരൻസിനെ ആൻറ്റി അങ്കിൾ എന്നായിരിക്കാം വിളിച്ചിരുന്നത്. അശ്വിനെ കെട്ടിച്ചു വിട്ടാൽ അല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ വിളി ഇപ്പോഴും തുടരുന്നു. അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോയി തരുന്നുണ്ട്, പിന്നെ അവരെ പുറത്തു കൊണ്ടുപോയി അവർക്കും വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കാറുണ്ടെന്നൊക്കെയാണ്. മകൻ പട്ടിണി കിടന്ന് ചാവാണ്ടിരിക്കാൻ വേണ്ടി അശ്വിൻ്റെ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു വിടണമായിരിക്കാം. വലിയ അഭിമാനത്തോടു കൂടിയാണ് ഭർത്താവിൻ്റെ വീട്ടുകാരെ കടയിൽ കൊണ്ട് മേടിച്ചു കൊടുക്കുന്നൊക്കെ പറയണം. എന്നാലും സ്വന്തം കൈകൊണ്ടൊന്നും ഉണ്ടാക്കി കൊടുക്കരുത്. ഭർത്താവിൻ്റെ വീട്ടുകാരെ എന്ത് വിളിക്കണം, ഭർത്താവിനെ എന്ത് വിളിക്കണം, വിളിക്കണ്ട എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ സമൂഹത്തിനെ വഴിതെറ്റിക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ഇടാതിരിക്കുക. ദിയ ഇതുപോലെയൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന ജെൻസി പ്രത്യേകിച്ച് അവരുടെ മനസ്സെന്ന് പറയണത് വളരെയധികം ആർക്ക് പിടിക്കാൻ പറ്റില്ലാത്ത സൈസ് ചിന്താരീതി മനസ്സുമുള്ള കുട്ടികളാണ്. അവരും ചിന്തിക്കൂലേ ഈ സ്ത്രീ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇത്രയേ ഉള്ളൂ. പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ അവരുടെ കുടുംബം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ കുടുംബമാണ്. ദിയ മിക്കവാറും സ്വന്തം വീട്ടിൽ കിടന്ന് മെഴുകുന്നത് കാണുമ്പോൾ മനസ്സിലാവും ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് വലിയ മാനസികമായ അടുപ്പമില്ല എന്നുള്ളത്. അത് അവർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയാസിലൂടെ പങ്കുവയ്ക്കുകയാണ്. അശ്വിൻ്റെ അമ്മയുടെ യൂട്യൂബ് ചാനൽ ഞാൻ 1-2 വീഡിയോ കണ്ടിട്ടുണ്ട്. അവർ വളരെ അധ്വാനിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. പലഹാരവും അച്ചാറുകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വിറ്റ് അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ്. ഇപ്പോൾ ദിയയുടെ വീട്ടുകാരെ പോലെ അവർ വലിയ തുണി ഉടുത്തും ഉടുക്കാതെയൊക്കെ സോഷ്യൽ മീഡിയാസിൽ വീഡിയോസ് പങ്കുവെക്കുന്നില്ല, വലിയ ഇൻഫ്ലുവൻസേഴ്സായിട്ട് അവർ നടക്കുന്നില്ല. അതുകൊണ്ടൊക്കെയാണോ അവരോടൊരു ബഹുമാനമില്ല, സ്നേഹമൊന്നും ഇല്ലാത്തത്? അശ്വിൻ്റെ വീട്ടുകാർക്ക് പണമുണ്ട്, സ്വാധീനമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അശ്വിൻ്റെ അമ്മയെന്ന് തന്നെ തികച്ചു വിളിക്കില്ലായിരുന്നായിരിക്കാം. ഇന്ത്യൻ സംസ്കാരത്തെ വെല്ലുവിളിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് ദിയയുടെ ഈ വാക്കുകൾ. ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് നമ്മളെക്കാൾ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല മനസ്സുള്ള ഒരു അമ്മയെ അപ്പൻ്റെ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ അച്ഛ എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യാറ്. എൻ്റെ ഫ്രണ്ട്സും ഞാനും എല്ലാം അവരുടെ അപ്പനും അമ്മേനെയും അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മേനെ കാണുമ്പോൾ അവരെല്ലാം അമ്മ അച്ഛ എന്നാണ് വിളിക്കാറ്. ദിയ പറഞ്ഞ മറ്റൊരു വാക്കും പ്രകോപിപ്പിച്ചു തന്നെ. അതില്ലാത്തവർ മറ്റുള്ളവരെ അമ്മയെന്ന് വിളിച്ചോട്ടേന്ന്. അതായത് അമ്മയില്ലാത്തവർ, അതായത് അനാഥരായ എത്രയോ പേരുണ്ട്, അവരെയൊക്കെ ആക്ഷേപിക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ അച്ഛനമ്മയൊക്കെ ഇപ്പോൾ എത്ര നാൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അനാഥത്വം പേറാൻ അധികം നാളും വേണ്ട. ദിയയും ഒരു അമ്മയാണ് എന്ന് ഓർക്കണം. അവനവൻ മരണപ്പെട്ടാലും അവനവൻ്റെ ഭർത്താവും മരണപ്പെട്ടാലും അവനവൻ്റെ മക്കളും അനാഥരാകും. വളരെ പുച്ഛത്തോടു കൂടിയാണ് അതില്ലാത്തവർ മറ്റുള്ളവരെ അമ്മയെന്ന് വിളിക്കട്ടേന്ന്. എന്താ അഹംഭാവം നിറഞ്ഞ വാക്കുകളാണ്. പഞ്ചത്തിലെ പോരാളിയാണമ്മ. ആ വാക്കിന് എത്രമാത്രം വിലയുണ്ട്, അർത്ഥമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ദിയ അഹംഭാവം നിറഞ്ഞ് ധാർഷ്ട്യത്തോടുകൂടി സംസാരിക്കുന്നത്. നല്ല കാര്യങ്ങൾ കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത്. സംസ്കാരം, മറ്റുള്ളവരെ ബഹുമാനിക്കുക,
മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണുക. അശ്വിൻ്റെ അമ്മയെ ശ്രേഷ്ഠയായിട്ട് തന്നെ കാണാനാണ് മറ്റുള്ളവർക്ക്, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് സാധിക്കുള്ളൂ. കാരണം അവർ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. മറ്റുള്ള ഗോഷ്ഠികൾക്കൊന്നും അവർ പോകുന്നില്ല. അവർ കഷ്ടപ്പെട്ട് തന്നെ മകനെ ഇത്രയും ആക്കി ദിയയുടെ ഭർത്താവാക്കി തന്നു. എന്നിട്ട് അതിൻ്റെ നന്ദി സൂചകമായിരിക്കാം ഇങ്ങനെ അവരെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്ന ഭർത്താവിൻ്റെ വീട്ടുകാരെ അപമാനിച്ചിട്ട് അവർക്ക് ഹോട്ടലിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഭക്ഷണം മേടിച്ചു കൊടുത്തു, അത് മേടിച്ചു കൊടുത്തു, ഇത് മേടിച്ചു കൊടുത്തു, അത് ഇത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഒരു അഭിനയമായിട്ടല്ലേ അത് കണക്ക് കൂട്ടാൻ കഴിയുള്ളൂ. സാധാരണയായി ഞാൻ ഈ ഫാമിലി വ്ളോഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാറില്ല. പിന്നെ റിയാക്ഷൻ വീഡിയോസിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ വിവാദമായി എന്നൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോസ് കാണാം. എന്നിട്ട് സമൂഹത്തെ ബാധിക്കുന്ന തക്കതായ കാരണമുണ്ടെങ്കിൽ തീർച്ചയായും റിയാക്റ്റ് ചെയ്യും. അതിപ്പോൾ ആളും തരുമൊന്നും നോക്കാറില്ല.